പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് 2026 ഫെബ്രുവരി 6 മുമ്പ് ചെയ്തിരുന്ന ഒരു വീഡിയോ അതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം ഏറി വന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ വീണ്ടും പ്രേക്ഷകർക്ക് വേണ്ടി അതിൻ്റെ കണ്ടൻറ്റ് പങ്കുവെക്കുകയാണ്. അതായത് വസീം സ്ട്രീറ്റിലെയും ഫക്കീർ കോളനിയിലെയും 167ഓളം കുടുംബങ്ങളെ അവർ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള സ്ഥലത്ത്, അതായത് ഗവൺമെൻറ് പ്രോപ്പർട്ടിയിൽ വേണ്ടത്ര രേഖകളില്ലാതെ താമസിക്കുന്നു എന്ന കാരണത്താൽ അവിടെ നിന്നും കർണാടക ഗവൺമെൻറ് അവരോട് മാറാൻ ആവശ്യപ്പെടുകയും അങ്ങനെ പിന്നീട് അവരെ കുടിയൊഴിപ്പിക്കുകയും ചെയ്തു. ഈ നടപടി ഉണ്ടായ സമയത്ത് നമ്മുടെ DYFIയുടെ നേതാവും രാജ്യസഭാ അംഗവുമായ A റഹീമും കൂട്ടരും അവിടെ ചെന്ന് റീഹാബിലിറ്റേഷൻ വർക്ക് ഏറ്റെടുക്കുകയും നമ്മുടെ കേരള മുഖ്യമന്ത്രി തന്നെ പ്രശ്നത്തിൽ ഇടപെട്ട് അഭിപ്രായം പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്തു. ഈ സന്ദർഭത്തിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഇടപെടുകയും കുടിയൊഴിപ്പിച്ചവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും അല്ലെങ്കിൽ അവർക്ക് പുനരധിവാസം ഏർപ്പെടുത്തുമെന്ന രീതിയിലുള്ള പ്രോമിസസും അദ്ദേഹം നൽകി. ഇപ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പറയാൻ കാരണം, നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന പശ്ചാത്തലത്തിൽ അവർ തന്നെ ഉണ്ടാക്കി വച്ചിരുന്ന ഒരു ഡാമേജ് ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുഖ്യമന്ത്രി പിണറായി വിജയൻ ദ ഹിന്ദു ദിനപത്രത്തിന് അനുവദിച്ച ഒരു അഭിമുഖത്തിൽ മലപ്പുറത്തെ ആൻറ്റി നാഷണൽ ആക്ടിവിറ്റീസിൻ്റെ ഒരു ഹബ്ബായി ചിത്രീകരിച്ചു. അതിനു മുമ്പ് പലപ്പോഴും വിജയരാഘവനെ പോലെയുള്ളവർ മലപ്പുറത്തെയും മുസ്ലിം സമുദായത്തെയും കുറിച്ച് മോശമായ രീതിയിൽ ചിത്രീകരിച്ചു, തീവ്രവാദ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമെന്ന രീതിയിൽ പ്രചരിപ്പിച്ചു. കോഴിക്കോട് ജില്ലയിൽ വ്യായാമങ്ങളിൽ ഏർപ്പെടുന്ന ഒരു കൂട്ടായ്മയിൽ അതിൻ്റെ നേതൃതലത്തിൽ ചില മുസ്ലിം നാമധാരികളുണ്ട് എന്നുള്ളതിൻ്റെ പേരിൽ അതിനെ വർഗീയമായി ചിത്രീകരിക്കാൻ CPMൻ്റെ കോഴിക്കോട് ജില്ലാ നേതാവ് മോഹന മാസ്റ്ററും ശ്രമിച്ചു. ഇത്തരം സാഹചര്യത്തിൽ ആണ് മലപ്പുറം ജില്ലയിൽ നിന്ന് ജില്ലാ പഞ്ചായത്തിലേക്ക് ഒരു ജനപ്രതിനിധിയെപ്പോലും തിരഞ്ഞെടുത്തയക്കാൻ LDFന് സാധിക്കാതെ പോയത്. മലപ്പുറം ജില്ലയിലെ 94 ഗ്രാമപഞ്ചായത്തുകളിൽ 90 UDF വിജയിക്കുന്ന സാഹചര്യമുണ്ടായി. ഇത്തരം സാഹചര്യത്തിലാണ് മുസ്ലിം സമുദായത്തിൻ്റെ സംരക്ഷകൻ്റെ കുപ്പായമിടാൻ സഖാവ് പിണറായിയും അതുപോലെ തന്നെ A റഹീമിനെ പോലെയുള്ള ചില ആളുകളും ശ്രമിച്ചത്. CPMൻ്റെ സഹചാരികളിൽ ഒരാളായ അവരുടെ കൂടെ കൂടിയിട്ടുള്ള ടേൺ കോട്ട് KT ജലീലും ഈ സന്ദർഭത്തിൽ വേണ്ട രീതിയിൽ ഇടപെടുകയും അങ്ങനെ വേണ്ട രീതിയിൽ ഇടപെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPMന് ആവശ്യമായ രീതിയിൽ ഇടപെടുക. യോഗി ആദിത്യനാഥിൻ്റെ ഉത്തർപ്രദേശിൽ നിലനിൽക്കുന്ന ബുൾഡോസർ രാജിന് സമാനമായ സാഹചര്യമാണ് കേരളത്തിലുള്ളത് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുകയുമൊക്കെ ചെയ്തു. ഇത്തരം നടപടികളിലൂടെ CPMന് മലപ്പുറം ജില്ലയിൽ നഷ്ടപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിനിടയിൽ CPMനോടുണ്ടായിരുന്ന ഒരു ഫെയ്ത്തും അല്ലെങ്കിൽ CPM ഒരു ഡിപ്പെൻഡബിൾ പൊളിറ്റിക്കൽ പാർട്ടിയാണ് എന്നുള്ള രീതിയിലുള്ള കാഴ്ചപ്പാട് മാറിയിട്ടുണ്ട്. വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടിയും മലപ്പുറം ജില്ലയിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF LDFന് സമ്മാനിക്കുമെന്നുള്ളത് ഉറപ്പാണ്. ഈ സന്ദർഭത്തിൽ യലഹങ്ക കോളനിയിലെ അല്ലെങ്കിൽ വസീം സ്ട്രീറ്റിലെയും ഫക്കീർ കോളനിയിലെയും പ്രശ്നത്തിലിടപെട്ട് മുസ്ലിം സമുദായത്തിൻ്റെ സംരക്ഷക കുപ്പായം അണിയാൻ ശ്രമിച്ച CPMൻ്റെ യഥാർത്ഥ മുഖം എന്താണ് എന്നുള്ളത് അവരണിഞ്ഞ മുഖംമൂടി വലിച്ചു കീറി ജനങ്ങളുടെ മുന്നിൽ കാണിക്കേണ്ടതുണ്ട്. ഈ വിഷയത്തെക്കുറിച്ച് പ്രേക്ഷകർ കൂടുതൽ പഠിക്കേണ്ടതുണ്ട്. CPM ഈ വിഷയത്തിൽ ഒരിക്കലും ആത്മാർത്ഥതയോടുകൂടി അല്ല ഇടപെട്ടത് എന്ന് ആണ് സൂചിപ്പിക്കാനുള്ളത്. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഇവിടെ തുടർച്ചയായി സജി ചെറിയാനും AK ബാലനും പ്രത്യക്ഷത്തിലും വെള്ളാപ്പള്ളി നടേശൻ പരോക്ഷമായും നടത്തിക്കൊണ്ടിരിക്കുന്ന അഥവാ LDFനെ സഹായിക്കേണ്ടത് മുസ്ലിം വിരുദ്ധമായ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടും ഹിന്ദു വോട്ടുകളുടെ ധ്രുവീകരണം സൃഷ്ടിച്ചുകൊണ്ടുമാണ് എന്നുള്ള അവരുടെ കാഴ്ചപ്പാടുകൾ നിലനിൽക്കെ തന്നെയാണ് ഇത്തരത്തിലുള്ള കപടവേഷം അണിയാൻ അവർ ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ വസീം സ്ട്രീറ്റും ഫക്കീർ കോളനിയും
ഒരുപക്ഷെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമായേക്കും. അവിടെ CPM കളിച്ച രാഷ്ട്രീയം ഒരു കപടതയുടെ രാഷ്ട്രീയമാണ് എന്നുള്ളതാണ് ഈ വീഡിയോയുടെ കൺക്ലൂഷനിൽ എനിക്ക് പറയാനുള്ളത്.